Good morning. എത്ര ആളായി? 16 അല്ലേ? 16 ആളായി. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മഴ ഉണ്ടോ അങ്ങോട്ടൊക്കെ? നമ്മളെ വീട്ടിലൊക്കെ ഇല്ലല്ലേ? നമ്മൾ ക്ലാസ് കുറെ കാലമല്ലോ അല്ലേ? ക്ലാസ് എടുത്തിട്ട് കുറെ ആയി. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഒന്ന് റെഡിയാക്കണം. സൗണ്ട് വെക്കാൻ പറയും. സൗണ്ട് വെക്കും. അടുത്ത ആഴ്ച മുതൽ ഇപ്പൊ സ്കൂൾ തുറക്കല്ലേ? ഓക്കെ. ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ഒരാൾക്ക് സ്കൂള്. തൽക്കാലം 15 ദിവസം വരെ അങ്ങനെ ആയിരിക്കും ഉണ്ടാകും കേട്ടോ. 15 ദിവസം വരെ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും സ്കൂൾ വരേണ്ടി വരിക. അപ്പൊ നിങ്ങളെ വരുന്ന ഏരിയക്ക് അനുസരിച്ച് 3 ബാച്ചാക്കി തിരിക്കും ഓരോ ക്ലാസ്സിലും. മൊത്തം കുട്ടികളെ നിങ്ങളെ വരുന്ന ഏരിയ എന്ന് വെച്ചാൽ കാന്തപുരം, ബട്ടോളി ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒരു ഏരിയ. പിന്നെ അതുപോലെ സ്റ്റേറ്റ് മുക്ക്, പൂനൂര് ടൗൺ ഉൾപ്പെടുന്ന ഭാഗം ഒന്ന്. പിന്നെ പാലത്തിന്റെ മറ്റേ സൈഡ് കോളിക്കൽ, ആ ഭാഗങ്ങളൊക്കെ ഒരു ദിവസം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. തിങ്കൾ ചൊവ്വ ഒരു ബാച്ച്, ബുധൻ വ്യാഴം അടുത്ത ബാച്ച്, പിന്നെ വെള്ളിയും ശനിയും അടുത്ത ബാച്ച്. അങ്ങനെയാണ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ക്ലാസ് PTA ഒക്കെ കഴിഞ്ഞോ? ആരെങ്കിലും ക്ലാസ് കഴിഞ്ഞോ? 7th കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോ നമ്മള് വിക്ടേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ ഇനി കൂടുതൽ ആരും ആശ്രയിക്കേണ്ടി വരും. കാരണം ഞങ്ങള് ഫുൾ ടൈം സ്കൂളിലാണ് ഉണ്ടാവുക. ശനിയാഴ്ച വരെ വൈകുന്നേരം വരെ സ്കൂളിലാണ് ഉണ്ടാവുക, രാവിലെ മുതൽ. അപ്പൊ നമുക്ക് ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനുള്ള സമയം കുറവായിരിക്കും. ശനിയാഴ്ച വരെ സ്കൂൾ ഉണ്ടല്ലോ, പിന്നെ ആകെ ഞായറാഴ്ച ഉണ്ടാവുക. അപ്പോ നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ്സുകൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. സ്കൂളിൽ നിന്നുള്ള ക്ലാസ് കിട്ടും, പക്ഷെ സ്കൂളിൽ നിന്നുള്ള ക്ലാസ് 2 ദിവസമല്ലേ ഉണ്ടാവും ആഴ്ചയിൽ. പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ വിക്ടേഴ്സ് ക്ലാസ് കാണാം. പിന്നെ മാത്സിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ക്ലാസ് ചെയ്തിടാൻ നോക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഒഴിവുള്ള സമയത്ത് കാണാം. പിന്നെ USSന്റെ കാര്യം, ഈ വർഷത്തെ USSന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്ടൊക്കെ ഏതായാലും സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് അതിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? അല്ലല്ലോ, കുറച്ചുകൂടി ചെയ്യാനല്ലേ? പവേഴ്സ് ഓഫ് പവേഴ്സ് പറഞ്ഞല്ലേ നമ്മള്?
ഫാക്ടേഴ്സ് പറയാൻ. ഫാക്ടേഴ്സ് പറയാം. അതിന് മുമ്പ് കുറച്ച് ഹോംവർക്ക് തന്നിരുന്നു, നിങ്ങൾ ചെയ്തതാണോ? ഹോംവർക്ക് തന്നില്ലായിരുന്നു. ഇതിന്റെ പവേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് എന്നുള്ള നേരെ മേലെ 4 square all raised to 3, 3 square all square raised to 9 raised to 4 എന്നൊക്കെ ഉള്ള ഞാൻ പറഞ്ഞു തന്നല്ലേ, അത് ചെയ്തിണ്ടാവുമല്ലോ ഇല്ലേ? എന്തെന്നാണ് എന്റെ ധാരണ. ഹോംവർക്ക് ആയിട്ട് തന്നായിരുന്നു. ഞാൻ പറയാം. ഒന്നാമത്തെ, രണ്ടാമത്തെ എന്താണ്? 3 raised to 3 all raised to 2. All raised to 2 into 9 raised to 4. 9 raised to 4. നെക്സ്റ്റ് എന്തായിരുന്നു? തേർഡ് 1/2 all raised to 3. Sorry, 1/2 raised to 3 all raised to 4. 2 raised to 3 all raised to 4 അല്ലേ? Then next fourth question. 2 cube all raised to 4 അല്ലേ? 2 raised to 3 all raised to 4 into 2 raised to 6. ഇതാണല്ലേ? ഒന്ന് ക്ലാസ് ഒന്ന് റെക്കോർഡ് ചെയ്താട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതില് 4 square all raised to 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 raised to 2 into 3 equal to 4 raised to 2 into 3 എത്രയാ? 6 raised to 6. ഇവിടെ നമ്മള് 3 raised to 3 into 2 അല്ലേ വരിക അല്ലേ? അപ്പൊ 3 into 2 എന്തുണ്ടാവും? 6. അല്ലെങ്കിൽ വേണ്ട, 2 സ്റ്റെപ്പ് ആക്കി ചെയ്യാം. ഇതിങ്ങനെ തന്നെ ചെയ്ത ഫസ്റ്റില് 3 raised to 3 all raised to 2 into 9 നമ്മൾ ഞാൻ എന്താക്കി 3 square എഴുതി. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. 9 3 square എഴുതി all raised to 4. അപ്പൊ ഇത് വായിക്കുക 9 raised to 4 എന്നാണ് അല്ലേ? Here write 3 raised to 2 instead of 9. Then 9 raised to 4 equal to 3 square all raised to 4. Okay? 9 raised to 4 na 3 square all raised to 4 needi. Then by using this principle, x raised to m all raised to n equal to x raised to mn. That means 3 raised to 3 into 2. What is 3 into 2? 6 into 3 raised to 2 into 4 equal to 8. Then 3 raised to 6 plus 8 equal to 14. Okay? Am I correct? Correct alle? Then next 1/2 all raised to 3 all raised to 4 equal to 1/2 raised to 3 into 4, which is equal to 1/2 raised to 12. Then next 2 raised to 3 into 4 equal to 12 into 2 raised 6 equal to 2 raised to 12 plus 6 എത്രയാ? 18. കറക്റ്റ് അല്ലേ? സ്ക്രീൻഷോട്ട് എടുക്കണോ? അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളി. നോട്ട്ബുക്കിൽ ചെയ്യേണ്ടതാണ്. Then write the side heading factors. Factors side heading. Factors ന്ന് side heading എഴുതുക. Okay. Okay. വായിക്കട്ടെ. എന്താണ് വാട്ട് ഈസ് ഫാക്ടേഴ്സ്? എന്താ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഘടകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഫാക്ടേഴ്സ് അല്ലേ? എന്ന് പറഞ്ഞാല് ഒരു നമ്പറിനെ അല്ലേ
ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ ഫാക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് 2 and 5 ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 10. 5ഉം 10ന്റെ എന്താണ് ഫാക്ടേഴ്സ് ആണ്. കാരണം 10നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 കൊണ്ടും 5 കൊണ്ടും അല്ലേ 10 കൊണ്ടും. അപ്പൊ 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ പറയാം? 10ന്റെ ഫാക്ടേഴ്സ് 1 10ന്റെ ഫാക്ടർ ആണ് അല്ലേ. 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ 1 വരും, പിന്നെ 2 5 10 ഇത്രയും അല്ലെ. ഇത്രയും എണ്ണാണ് 1ന്റെ ഫാക്ടേഴ്സ് അല്ലെ, അല്ല 10ന്റെ ഫാക്ടേഴ്സ്. Then what is the factor of 2? 8. 8ന്റെ ഫാക്ടർ ഏതൊക്കെ വരുന്നത്? 4, 1, 2, 4, 8. 4 8 അല്ലേ. ഓക്കെ. അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മളോട് വലിയ നമ്പേഴ്സിനൊക്കെ നമ്മളോട് ഫാക്ടർ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോ നമ്മളോട് ചോദിക്കുകയാണ് 100ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റും. എന്നാൽ വളരെ വലിയ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാനുള്ള ചില പ്രയാസം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സിന്റെ എത്ര ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. യുഎസ്എസിന് സാധാരണ ചോദിക്കലുണ്ടെന്ന ചോദ്യമാണ്. ഒരു 2 നമ്പർ തന്നിട്ട് ഹൗ മെനി ഫാക്ടേഴ്സ് എന്നുള്ള എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ. അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സപ്പോസ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 32. 32ന്റെ ഫാക്ടേഴ്സ് ഏതാണ്? നിങ്ങളൊന്ന് പറയും 32ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ? 1 16 2 1 4, 1 വരുന്നുണ്ട്. സ്മോൾ ലെറ്റർ 1 2 4 8 16 32. 32 കറക്റ്റ് അല്ലേ? ഇവിടെ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താ അതിന്റെ പ്രത്യേകത? 1 2 4 8 32ന്റെ മൾട്ടിപ്പിൾ അല്ലെ. Every numbers are the multiple of 2 or that are the powers of 2 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ 1ന് നമുക്ക് 2 raised to 0 എന്ന് എഴുതാം, 2നെ 2 raised to 1 എഴുതാം, 2 raised to 4നെ 2 raised to 2 ആണ്, 2 into 2 ആണ് 4, 8നെ 2 raised to 3 എന്ന് എഴുതാം, 16നെ 2 raised to 4 എന്ന് എഴുതാം, 32 എന്ന് എഴുതാം 2 raised to 5. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ തന്നെ 2ന്റെ പവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ 32നെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് തന്നെ ലീസ്റ്റ് പ്രൈം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഹൗ മെനി 2s are in 32? 16. Again divided by 2 8. Again divided by 2 4 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് 2. That is 32 equal to എന്ത് എഴുതാൻ പറ്റും നമുക്ക്? 32നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 raised to 1 2 3 4 5. 2 raised to 5 അല്ലേ. ഇങ്ങനെ പറയണം. ഒന്നുകൂടി ഏതാ പറയണ്ടേ? 32 എന്നൂടെ ഞാൻ പറയാം. 32വിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആൻസർ കറക്റ്റ് ആണ്. 1 2 4 8 16 30 ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി. എവറി ഫാക്ടേഴ്സ് ഓഫ് 32 ആർ ദി പവേഴ്സ് ഓഫ് 2. 32വിന്റെ എല്ലാ ഫാക്ടേഴ്സും 2ന്റെ പവർ ആണ്. Then we change all the factors into exponential form, that is 2 raised to 0, 1 equal to 2 raised to 0, then 2നെ 2 raised to 1 എഴുതി, 4നെ 2 raised to 2 എഴുതി, 2 raised to 3, 2 raised to 4 and 2 raised to 5 ഇങ്ങനെ മാറ്റി. അപ്പൊ നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? 32നെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ മുമ്പ് ചെയ്തതാണ്, കറിയുണ്ടാവും. അപ്പൊ 32വിനെ ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാ 32ൽ പോകുന്നത്? 32 is an even number, so that number should be divided by 2. ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Then how many 2s are in 32? 16. Then again divided by 2 8, again divided by 2 4 and 2. Okay, that is 32 equal to എന്ത് കിട്ടും? 2 into 2 into 2 into 2 into 2. That is how many 2s are here? എത്ര 2 ഉണ്ട്? 5 2s. That is 32 equal to 2 raised to 5. Okay, clear ആണോ?
അപ്പൊ 2⁵ എന്ന് പറയുന്ന നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും വെച്ചാല് 2⁵ താഴോട്ടുള്ള നമ്പേഴ്സ് ഒക്കെ 2⁵ ആണ് 32. അപ്പൊ 2⁵, 2⁴, 2⁵, 2⁵2, 2⁵1, 2⁵0 ഇത്രയും നമ്പേഴ്സ് ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് 32ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, പിന്നെ 64 ആണ് നമ്മൾ എടുക്കുന്നത്. 64ൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും പറയാം. ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 ഉണ്ടാവും. പിന്നെ 16, 8, 4, 2 അല്ലേ? അപ്പൊ നമുക്ക് 64 അങ്ങനെ എഴുതാം. 64 ഈക്വൽ ടു എന്ത് എഴുതാം? 2⁵6. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെ എഴുതാം? ഫാക്ടേഴ്സ് ഏതൊക്കെ എഴുതാം പറയാം. 2⁵0, 2⁵0, 2⁵1, 2⁵2, 2⁵3, 2⁵4, 2⁵5, 2⁵6. 6 അല്ലെ? 2⁵6 വരെ എല്ലാ നമ്പർ എഴുതാലോ. അപ്പൊ നമ്മൾ ഇതിനൊന്ന് ഇതുപോലെ നമ്പറിലേക്ക് മാറ്റാം. 2⁵0 എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 2⁵2 മീൻസ് 4 ആണ്. ഡബിൾ ആക്കിയത് 38, 16, പിന്നെ 32, 64. സിമ്പിളല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 64ൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ 1, 2, 4, 8, 16, 32, 64 അല്ലേ? അപ്പൊ 2⁵6ൽ എത്ര ഫാക്ടർ ആണ്? 1, 2, 3, 4, 5, 6, 7 ഫാക്ടർ. 2⁵5ൽ എത്ര? 2⁵5ൽ എത്ര ഫാക്ടർ ആണ്? 2⁵5 എന്ന് പറയുന്ന നമ്പറിൽ എത്ര ഫാക്ടേഴ്സ് ആണ്? 1, 2, 3, 4, 5, 6 ഫാക്ടർ. 2⁵6ൽ 7 ഫാക്ടർ. ഇനി ഞാന് 64 ഡബിൾ എത്ര? 128 ആണ് ഫാക്ടറൈസ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 2⁵6ന് പകരം എന്താ കിട്ടുക? 2⁵7 അല്ല കിട്ടുക. 64ന് 32 2⁵5 ആയി. 64 എന്ന് പറഞ്ഞാൽ 2⁵6 ആണ്. ഇനി ഞാൻ 64ന് ഡബിൾ 128. 128ന് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2⁵7 കിട്ടും. അപ്പൊ 2⁵7ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 2⁵0, 2⁵1, 2⁵2, 2⁵6 എക്സെട്ര 2⁵7 വരും. അപ്പൊ 2⁵7 വരുന്ന വരെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഫസ്റ്റിലത്തെ 2⁵0 അടക്കം 0 ഫസ്റ്റിൽ വരും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 7 വരും. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വരും? 8 ഫാക്ടേഴ്സ് വരും. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. സ്ക്രീൻഷോട്ട് എടുത്തോ? Yes, sir. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. ഓക്കെ, ഓക്കെ, മാറ്റിയിട്ടെ. How many factors are in How many factors are in 72? How many factors അല്ല, what are the factors? What are the factors of 72? 72ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? ഇപ്പൊ നമ്മൾ 72നെ ഫാക്ടറൈസ് ചെയ്യാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് എഴുതാം. കാണുന്നുണ്ടല്ലോ, 72നെ ഫാക്ടറൈസ് ചെയ്യാണ്. 72 is an even number, so we can divide it by 2. That is, how many 2s are in 72? How many 2s are in 7? 3. 3 into 2 equals 6. Remaining 1 ഉണ്ട്, ബാക്കി 1 ഉണ്ട്. ആ 1 രണ്ടിനോട് ചേർത്ത് 12 തന്നെ ഉണ്ടാകാം. അപ്പൊ 12 എത്ര 2 ഉണ്ട്? 6. Again 2,
18, again 2, 9, 3. ഓക്കെ, അപ്പൊ 72 നമ്മൾ എങ്ങനെ എഴുതാം? 72 ഈക്വൽ ടു 2 into 2 into 2, that is 2 raised to 3 into 3 into 3, 3 raised to, ഇങ്ങനെ എഴുതാലോ. ക്ലിയർ ആണോ പറഞ്ഞ്? നമ്മൾ പഠിച്ചാണ് 72നെ 2 into 2 into 2, 2 raised to 3 into 3 into 3 ആയതുകൊണ്ട് 3 raised to 9. ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ഫാക്ടേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം 2ന്റെ പവറും അതുപോലെ 3ന്റെ പവറാണ് അല്ലെ. 2ന്റെയും 3ന്റെയും പവേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ് ഇത് 72. ക്ലിയർ ആണ് പറഞ്ഞ്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരിക നമ്മൾ കണ്ടെത്തുക അല്ലെ. ഇങ്ങനെ കണ്ടെത്തുക. 2 raised to 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 2 raised to 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരിക പറയും? 1 വരും, 1 വരും, പിന്നെ 2 raised to 1 2 വരും, 2 square വരും, 2 raised to 3 വരും. ഇത്രയല്ലേ വരിക? നേരത്തെ നമ്മൾ ചെയ്തല്ലേ? നേരത്തെ നമ്മൾ 2 raised to 4 16ന്റെ 32ന്റെ 32 എന്ന് പറഞ്ഞാൽ 2 raised to എത്രയോ 2 raised to 5 അല്ലേ പറഞ്ഞത്? അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? 1 എന്ന് പറഞ്ഞാൽ 2 raised to 0 നമ്മൾ 1ന് പകരം എഴുതി അല്ലേ. അപ്പൊ 1 വരും, 2 raised to 1 വരും, 2 raised to 2 വരും, 2 raised to 3 വരും, 2 raised to 4 വരും, 2 raised to 5 വരും. ഇത്രയാണല്ലേ 2 raised to 5ന്റെ ഫാക്ടേഴ്സ് 1, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5 അല്ലേ നമ്മൾ എഴുതിയത്. അപ്പൊ അതേപോലെ 2 raised to 3ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം വരും പറയാം? 1 വരും, 1 എല്ലാത്തിന്റെയും ഫാക്ടറാണ് അല്ലെ. 1 ഈസ് ദ ഫാക്ടർ ഓഫ് എവരി നാച്ചുറൽ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ് ഇത് 1. 1 കഴിഞ്ഞാൽ 2, പിന്നെ ഏതൊക്കെ വരും? 2 raised to 1, 2 raised to 1 മീൻസ് 2 തന്നെ, പിന്നെ 2 raised to 2, 2 raised to 3. അതേപോലെ 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും പറയും? പറയടോ. 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരിക? 1 പിന്നെ 3 കറക്റ്റ് അല്ലേ? ഇത് മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതിനെ നേരെ എഴുതി, ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനെ കള്ളികളാക്കി സൗകര്യത്തിനുണ്ടോ മാറിപ്പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫാക്ടേഴ്സ് ഇതാണ്. ഇവിടുന്ന് ഒരു നമ്പർ ഉണ്ട്, ഇവിടുന്ന് ഒരു നമ്പർ ഉണ്ട്. 2 into 3 72ന്റെ ഫാക്ടേഴ്സ് ആണ് ഇനി ഞാൻ പോകുന്നത്. 1 72ന്റെ ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണ്, 2 square 4 72ന്റെ ഫാക്ടർ ആണോ? 72 നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടും. പിന്നെ 8 എന്താണ്? 72ന്റെ ഫാക്ടറാണ്. കാരണം 8ന് 9 into 8 ആണ് എന്ത്? 72. 3 3ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്? 72, അല്ലെങ്കിൽ 72ന്റെ ഫാക്ടർ ആണ് 3. ഇനി നോക്കൂ, 2 into 3 6 72ന്റെ ഫാക്ടർ അല്ലേ? 72 6 പോലെ 10 6 60, 11 into 6 66, 12 into 6 ആണെന്ത്? 12 into 6 ആണ് 72. ദെൻ അടുത്ത് ഇവിടുന്ന് എടുത്താൽ എന്താണ്? 2 square into 3. 2 square means എത്ര? 4. 4 into 3 എത്രയാ? 12. 12 is a factor of 72 അല്ലെ? 12 72ന്റെ ഫാക്ടർ അല്ലേ? 6 into 12 ആണ് എന്ത്? 72. ദെൻ അടുത്ത എന്തുണ്ടാകുക? 2 raised to 3 into 3. മേലേന്ന് എടുക്കുക, റോന്നും എടുക്കുക, കുളത്തുനിന്ന് എടുക്കുക. ദെൻ അടുത്ത എന്താണ്? റേഞ്ച് ഒന്ന് കട്ടായി പോയിനോ? ഇത് സാർ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? 2 into 3 square. 2 into 3 square. ദെൻ അടുത്ത നോക്ക് എന്താണ്? 2 square into 3 square. അടുത്തത് എന്താവുക? 2 raised to 3 into 3 raised to 2. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതുക ഇതിന്റെ ചോട. ഇവിടെ വരെ പ്രശ്നമില്ലല്ലോ. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇതെന്താ? ഇതേതാ നമ്പർ? 4 അല്ലേ? ഇത് 4 അല്ലേ? ഇതേതാ നമ്പർ? 8. ഇനി ഇതോ? ഇത് 3 തന്നെ. 2 into 3 എന്താ? 6 ആണ് നമ്പർ. ഇതേതാ നമ്പർ?
2ന്റെ സ്ക്വയർ 4. 4 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 12. ഇനി ഇവിടെ എന്തുണ്ടാവും? 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 into 3 24. ഓക്കെ. ഇനി ഇവിടെ എന്ത് വരും? 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇനി ഇവിടെ 18. 3ന്റെ സ്ക്വയർ 3 into 3 9. 9 into 18. ഇവിടെ എന്തുണ്ടാകുക? 4 into 9 36. ഇവിടെ 8 into 9 72. കറക്റ്റ് അല്ലേ? നോക്കുക, ഈ നമ്പർ ഒക്കെ ഇതിന്റെ ഫാക്ടർ 72 72 പോലെ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. 72 36 പോലെ 2 പ്രാവശ്യം. അപ്പൊ 36 എന്തിന്റെ ഫാക്ടറാണ്? 72ന്റെ ഫാക്ടറാണ്. 18 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 18 into 4 ആണെന്ത്? 72. അപ്പൊ 18 ഫാക്ടറാണ്. 9 into 8 ആണെന്ത്? 72. 9 is a factor. Then 24 72ന്റെ ഫാക്ടറാണ്. 3 into 24 ആണെന്ത്? 72. പിന്നെ 6 into 12 ആണെന്ത്? 72. 6ഉം ഫാക്ടറാണ്. അതുപോലെ 12 into 6 ആണെന്ത്? 72. അപ്പൊ 6 ഫാക്ടറാണ്, 3 ഫാക്ടറാണ്, 8 ഫാക്ടറാണ്, 4 ഫാക്ടറാണ്, 2 ഫാക്ടറാണ്, 1 ഫാക്ടറാണ്. അപ്പൊ എത്ര ഫാക്ടേഴ്സ് വന്നു ഇവിടെ മൊത്തം? ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ഇൻ 72? 72 എത്ര ഫാക്ടേഴ്സ്? കേൾക്കുന്നില്ലേ? സൗണ്ട് പ്രശ്നമുണ്ടോ? സാർ ഒന്നുകൂടി പറഞ്ഞുതരുമോ? ക്ലിയർ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങള് ഒരു പ്രതികരണം ഇല്ലാതെ ഞാൻ വിചാരിച്ചു നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. കേൾക്കുന്നില്ലെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിലും കപ്പങ്ങൾ പറയണം. നിങ്ങളെ റേഞ്ചിന്റെ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അത്യാവശ്യം റേഞ്ച് ഉണ്ട്, പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? പറയുന്നുണ്ടോ? എന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, കേൾക്കുന്നില്ല. എങ്ങനെ? ഓക്കെ, അങ്ങനെ കേൾക്കാത്ത ആളുകൾ പ്രശ്നമാക്കേണ്ട. നിങ്ങൾ റെക്കോർഡിൽ ക്ലിയർ ആയിരിക്കും കേട്ടോ. റെക്കോർഡിൽ ഒന്നുകൂടി ഒന്ന് കണ്ടാൽ മതി. ക്ലാസ് കഴിയുക ഒന്നുകൂടി ആ മനസ്സിലാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്താണ്? 72-ന് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 72 ഓർ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 72? എങ്ങനെയും പറയാം. അപ്പൊ 72-ന്റെ ഫാക്ടേഴ്സ്, 72-നെ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെ ഫാക്ടേഴ്സ് എന്നതല്ലേ, ഏതൊക്കെ നമ്പർ ഉണ്ട്? അപ്പൊ നമുക്കറിയാം 1-ന് എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്യും. 1 ഈസ് എ ഫാക്ടർ. പിന്നെ ഏതാ വരിക? 72 ഈസ് എൻ ഈവൺ നമ്പർ, സോ 2 ഈസ് എ ഫാക്ടർ. 1ഉം 2ഉം ഫാക്ടർ ആണ്. അപ്പൊ അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 എല്ലാത്തിന്റെയും ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈവൺ ആണോ ഓടാണോ നോക്കിയത്. ഈവൺ ആണെങ്കിൽ എല്ലാം എന്തായിരിക്കും? 2 ഫാക്ടർ ആയിരിക്കും. ബാക്കി നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതിനെ 72-നെ ഫാക്ടറൈസ് ചെയ്തു അല്ലെ. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 36 കിട്ടി. അഗൈൻ 2 18, അഗൈൻ 2 9, then അഗൈൻ 3 that is 3. അപ്പോൾ നമുക്ക് ഇതിനെ 72-നെ 2 raised to 3 into 3 raised to 2 എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ ഞാൻ പറഞ്ഞേ? മനസ്സിലായില്ല. 72-ന് ആദ്യം 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. 36 ഇത് മനസ്സിലായില്ലേ? 36-നെ വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു, പകുതിയാക്കി 18 ആയി. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാനാല് പകുതിയാക്കി 9. 9-ൽ 2 പോലെ 9 ഓഡ് നമ്പർ ആണ്. സോ ദ നെക്സ്റ്റ് പ്രൈം നമ്പർ ഈസ് 3. ദെൻ ഹൗ മെനി 3s are in 9? 3 into 3 9. അപ്പൊ നമ്മൾ അതിനെ 72-ന് എങ്ങനെ എഴുതി? 2 into 2 into 2 means 2 raised to 3 into 3 into 3 എന്ന് പറഞ്ഞാൽ 3 raised to 2. ഇത് നമ്മൾ മുമ്പ് ചെയ്താണ്, ഇഷ്ടംപോലെ ചെയ്തതാണ് അല്ലേ? ഓർമ്മ ഉണ്ടോ? നമ്മള് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ 72 നേരത്തെ 2-ന്റെ പവർ മാത്രമുള്ളതെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് 128 ആണെന്ന് വിചാരിക്കാം. 128 എന്ന് പറഞ്ഞാൽ 2 raised to 6 ആണ്, 2 raised to 7 ആണ്. അപ്പോ 2-ന്റെ പവർ മാത്രമാണെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടിരിക്കുന്നത് വളരെ എളുപ്പമാണ്. 1 മുതൽ അല്ലേ 2 raised to 7-ന്റെ പവേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ 1 ഉണ്ട്, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5, 2 raised to 6, 2 raised to 7. 2 raised to 7-ന്റെ താഴെയുള്ള എല്ലാ 2-ന്റെ പവേഴ്സും ഏതിന്റെ
ഏതാണ് 2⁻⁷ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ 2⁻100 ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും വരും? 2⁻0 1 വരും, 2⁻1 2⁻2 എക്സെട്രാ 2⁻100 വരെയുള്ള എല്ലാ 2ന്റെ പവേഴ്സും 2⁻100 ഫാക്ടേഴ്സ് ആണ്. അത് മാത്രമേ വരൂ. അപ്പൊ നമ്മൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരെ 100ഉം ഈ 1ഉം 101 ഫാക്ടേഴ്സ് ഉണ്ടാവും. ക്ലിയർ ആണോ പറഞ്ഞേ? 1 2⁻1 2⁻2 എക്സെട്രാ 2⁻100 വരെ 101 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ അറിയാം 2ന്റെ പവർ മാത്രമാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആണ്, ഫാക്ടറൈസ് ചെയ്യാം. 2 മാത്രമാണ് വരുന്നതെങ്കിൽ 1 എന്ന് എഴുതാം, പിന്നെ 2⁻1 2⁻2 ഇവിടെ ഏതാണോ നമ്പർ 2⁻100 ആണ്. 2⁻100 വരെയുള്ള എല്ലാ ഫാക്ടേഴ്സും എന്താണ്, എല്ലാ പിന്നെ 2ന്റെ എക്സ്പൊണന്റ് ഫോം അല്ലെ, 2ന്റെ പവേഴ്സും എന്തിന്റെയാണ്? 2⁻100 ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാലോ, ക്ലിയർ ആയല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, 72 എന്താണ്? 2ന്റെ മാത്രം പവർ അല്ല, 2ന്റെയും 3ന്റെയും പവേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2⁻3 നമുക്കറിയാം ഇതിന്റെ പവേഴ്സ് ഏതൊക്കെ വരും, അല്ല ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 വരും, 2 വരും, 2⁻2 വരും, 2⁻3 വരും. എന്ന് പറഞ്ഞാൽ 2⁻3 താഴെയുള്ള എല്ലാ 2ന്റെ പവറും ഏതിന്റെ ഫാക്ടേഴ്സ് ആണ്? 2⁻3 ഫാക്ടേഴ്സ്. 3ന്റെ പവേഴ്സ് ഏതൊക്കെ വരും? 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 വരും, 3 വരും, 3². അപ്പൊ നമ്മൾ ഇങ്ങനെ റൈറ്റ് മുകളിലത്തെ കള്ളി ഇങ്ങനെ നമ്മൾ കള്ളി വരച്ചിട്ട് ഒരു നമ്പറിന് എങ്ങനെ എഴുതാം, മറ്റേ നമ്പറിന്റെ പവേഴ്സിന് എങ്ങനെ എഴുതാം? ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് എഴുതാം, ഒന്ന് താഴോട്ട് എഴുതാം. 1ന്റെ ഞാൻ ഈ സൈഡിലേക്ക് എഴുതി, സോറി 2ന്റെ പവേഴ്സ് 2⁻3ന്റെ ഫാക്ടേഴ്സിന് എങ്ങോട്ട് എഴുതിയും 3⁻2ന്റെ ഫാക്ടേഴ്സിന് താഴോട്ട് എഴുതി. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ ഏതൊക്കെ? അപ്പൊ ഇവിടുത്തെ ഈ 2ന്റെ പവർ, സോറി 2⁻3ന്റെ പവർ ഇങ്ങനെ എങ്ങോട്ടും വന്നു. ഇനി 2⁻2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയി വരുന്ന നമ്പേഴ്സ് എന്തിന്റെ ഫാക്ടേഴ്സ് ആണ്? ഈ 72ന്റെ ഫാക്ടേഴ്സ് അല്ലേ? അപ്പോ ഇതിന്റെ ഫാക്ടേഴ്സ് 2⁻2ന്റെ ഫാക്ടേഴ്സ് ഒക്കെ ഏതിന്റെ ഫാക്ടറാണ്? 72ന്റെ ഫാക്ടറാണ്. 3ന്റെ ഫാക്ടേഴ്സ് എല്ലാം ഏതിന്റെ ഫാക്ടറാണ്? 72ന്റെ ഫാക്ടറാണ്. 2ന്റെ ഫാക്ടേഴ്സ് എല്ലാം 72ന്റെ ഫാക്ടറാണ്. 3ന്റെ ഫാക്ടേഴ്സ് ഒക്കെ എന്താണ്? 72ന്റെ ഫാക്ടറാണ്. ഇനി ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എല്ലാം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് 2 എടുത്തു, ഇവിടുന്ന് 3 എടുത്തു. 2 × 3 ഇങ്ങനെ എടുത്തു, ഇവിടെ ഇങ്ങനെ എടുത്തു. ക്ലിയർ ആണോ? ഇവിടുന്ന് 2 എടുത്തു, ഇവിടുന്ന് 2 × 3 ഈസ് എ ഫാക്ടർ ഓഫ് 72. ഇനി അടുത്ത് എടുക്കാം. ഇവിടെ 2² എടുത്തു, ഇവിടെ 3 എടുത്തു. ഇവിടെ 2⁻3 എടുത്തു, ഇവിടെ 3 എടുത്തു. അങ്ങനെ എഴുതി പോയപ്പോൾ നമുക്ക് ഈ കള്ളി ഫുള്ളായ സമയത്ത് നമുക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12. എത്ര ഫാക്ടേഴ്സ് കിട്ടി? എത്ര ഫാക്ടേഴ്സ് കിട്ടി? 12 ഫാക്ടേഴ്സ് കിട്ടിയില്ലേ? ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയി ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ സൈഡിൽ നോട്ട്ബുക്കിലൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെന്നില്ല, അപ്പൊ തന്നെ എന്ത് ചെയ്യുക, റഫിലേക്ക് എഴുതാം. എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നോക്കി ചെയ്താൽ മതി എടുത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരാം. ഓക്കെ, രണ്ടോ ഇത് എഴുതിയില്ലേ? സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? 72 144ന്റെ പവേഴ്സ് ഒന്ന് കണ്ടെത്തുക. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 72 എന്നുള്ളത് പകരം 144? ഓക്കെ, ഇപ്പോഴത്തെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അപ്പൊ ഞാൻ ആ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ശരി,
ഇപ്പോൾ 72 നമ്മൾ 72 അല്ല, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 144 ആണ്. 144 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? പറയും, നിങ്ങൾ പറഞ്ഞോളെ. 144 144 ഈക്വൽ ടു എന്ത് എഴുതാം? 2 raised to 4 into 3 raised to 2 അല്ലേ? അപ്പൊ ഞാനിവിടെ 2 raised to 4ന്റെ പവേഴ്സ് ഏതൊക്കെ വിവരങ്ങൾ പറയും? 1 വരും, പിന്നെ 1 2 2 raised to 1 2 raised to 3 2 raised to 4 കേട്ടോ. 3ന്റെ പവേഴ്സ് ഏതൊക്കെ വരും? 1 വരും, 3 വരും, 3 raised to 2 വരും. ശരിയല്ലേ? 1 3 3 raised to 3 അല്ലേ വരിക? അല്ലേ? 2ന്റെ ഇവിടം വരെ എഴുതി, 2 raised to 4 വരെ എങ്ങനെ എഴുതി? 3ന്റെ 3 raised to 2 വരെ എഴുതി. 1 ഉണ്ടാവും, 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ, പിന്നെ 3 raised to 2. സിമ്പിൾ അല്ലേ? ഇങ്ങനെ അങ്ങ് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കള്ളികളാക്കുക അല്ലേ? എന്നിട്ട് നിങ്ങൾ 2 into 3, അടുത്ത് 2 square into 3, അടുത്ത് 2 raised to 3 into 3, അടുത്ത് 2 raised to 4 into 3, ഇവിടെ 2 into 3 square, അടുത്ത് 2 square into 2 square ഇവിടുന്ന് എടുത്ത് 3 square ഇവിടുന്ന് എടുത്തു, 3 square, അടുത്ത് 2 raised to 3 into 3 raised to 2, അടുത്ത് 2 raised to 4 into 3 raised to 2. ഇങ്ങനല്ലേ കിട്ടുക? അപ്പൊ ഇനി നമ്പറിലേക്ക് മാറ്റില്ല എങ്ങനെയാ? നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നതിന് പകരം ഇങ്ങനെ അറിയാം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ മതി അല്ലേ? ഇനി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ നിന്ന് മറ്റേ നോർമൽ ഫോമിലേക്ക്, നമ്പറിന്റെ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ 1ന് 1 തന്നെ, ഇത് 2 2 തന്നെ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് അല്ലേ? റൗണ്ടിൽ ഇടുകയാണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8, ഇവിടെ എത്ര വരും? 16 വരും അല്ലേ? സംശയം ഉണ്ടെങ്കിൽ 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 2 into 2 എന്ന് പറഞ്ഞാൽ 4, 4 into 2 എന്ന് പറഞ്ഞാൽ 8, 8 into 2 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? ഇനി ഇവിടെ 3, 2 into 3 എന്താ? 6, 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 into 3 12, ഇവിടെ 8 ആണ്, 2 raised to 3, 8 into 3 24, പിന്നെ എത്ര ഉണ്ടാവും ഇവിടെ? 32, 8 3 24, ഇവിടെ എത്ര ഉണ്ടാവും? 16 48. ഓക്കെ, ഇവിടെ എത്ര വരും? 9. ഇത് 9 അല്ലേ? 3 square എന്ന് പറഞ്ഞാല് ഇത് 9 അല്ലേ വരിക? ഇതെത്ര വരും? 9 into 2 18, ഇവിടെ 4 into 9 36 അല്ലേ? ഇവിടെ 8 into 9 7. ഇതെത്ര ഉണ്ടാകുക? ലാസ്റ്റത്തെ എത്ര എഴുതുന്നുണ്ടാകുക? 144 ഉണ്ടാകുക. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 അല്ലേ? 5 10 15. എത്ര ഫാക്ടേഴ്സ് ഉള്ളത്? എത്ര ഫാക്ടേഴ്സ് ഉണ്ട് പറയും? 15 factors. 15 ഫാക്ടേഴ്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഐഡിയ ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ആണ്. 4ഉം 2 ആയ സമയത്ത് 15 കിട്ടും. നേരത്തെ എത്ര ഫാക്ടേഴ്സ് ഞങ്ങള്? 12. നേരത്തെ 12. നേരത്തെ ഏതൊക്കെ വരുന്നത്? 2 raised to 3ഉം 3 raised to 2 അല്ലേനോ? അപ്പൊ ഇവിടെ 12 കിട്ടി. ഇവിടെ ഇതൊന്നും എഴുതാതെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം, വേറെ ഷോർട്ടൊന്നുമില്ല. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് കണ്ടെത്താനുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം ഫാക്ടറൈസ് ചെയ്തു, എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് എഴുതി, എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയതിനു ശേഷം അതിനെ ഇതേപോലെ കള്ളി വരച്ച് ചെയ്താലേ എന്ത് കിട്ടും? ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടും. ദെൻ എക്സാമിന് ചോദിക്കുന്നത് അങ്ങനെയല്ല. യൂസസിനെ സാധാരണ ചോദിക്കുക ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ഇൻ 2 raised to 3 into 3 raised to 2. ചിലപ്പോൾ ഇങ്ങനെ തന്നെ നേരിട്ട് വരും. ഇങ്ങനെ ചെയ്യാതെ തന്നെ നേരിട്ട് ഇങ്ങനെ തരും. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ഇൻ 2 raised to 4 into 3 raised to 2. അങ്ങനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ വലിയ നമ്പർ 2 raised to 10 into 3 raised to 10 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എഴുതാന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 1 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും അല്ലേ? 3 raised to 10 ഒക്കെ ആണെങ്കിൽ
1 3 സ്ക്വയർ അല്ലെ 3 അങ്ങനെ 3 അങ്ങനെ പോയിട്ട് 3 വരെ എഴുതണം പിന്നെ അല്ലേ അങ്ങനെയൊക്കെ പണിയുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ഷോർട്ട് മെത്തേഡ് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 3 2 വന്നോ 12 വന്നു, 4 2 വന്നോ 15 വന്നു, പറയാം. സാർ അതിനോടൊക്കെ ഒന്ന് കൂട്ടിയിട്ട്. വെരി ഗുഡ്. ഇത് ഈ കള്ളി ശ്രദ്ധിച്ചാൽ തന്നെ മതി. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു 2⁴ 5 ഫാക്ടേഴ്സ് അല്ലേ, 1 2 3 4 5 ഫാക്ടർ അല്ല ഉണ്ട് അല്ലേ? ഇതൊരു ചതുരല്ലേ, സാധാരണ റെക്ടാങ്കിൾ അല്ലേ? ഇതിന്റെ നീളം ഇവിടുന്ന് ഇങ്ങോട്ട് 2⁴ വരെ എത്ര കള്ളിയുണ്ട്? 1 2 3 4 5 കള്ളി. ഇവിടെ 3⁴ വരെ എത്ര കള്ളിയുണ്ട്? 1 2 3 കള്ളിയില്ലേ? അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെ നീളം എത്രയാണുള്ളത്? 1 അധികല്ലേ, 4 ആണെങ്കിൽ 1 അധികം 5 ഇൻറ്റു ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണ്, 3 റോ ആണുള്ളത്. പക്ഷെ ഇവിടെ എന്തുണ്ട്? സോറി, ഇവിടെ പവർ 2 ആണ്. പക്ഷെ എത്ര റോ ഉണ്ട് ഇവിടെ? 1 2 3 റോ അല്ലേ? അപ്പൊ ഇവിടെ 3 വന്നു. അപ്പോ പവറിനേക്കാളും 1 അധികം കള്ളികളിലേ നോക്കൂ. 4 വന്നപ്പോ 1 2 3 4 5 കള്ളിയുണ്ട്. ഇവിടെ 2 വന്നപ്പോ 1 2 3 കള്ളിയുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? നമ്മള് ഇവിടെ ഇതിന്റെ പവറിനോട് ഒന്ന് കൂട്ടുക. ഇവിടെ 4നോട് ഒന്ന് കൂട്ടിയ എത്രയാ? 5 ഇൻറ്റു 2നോട് ഒന്ന് ആഡ് ചെയ്താലോ 3. 5 ഇൻറ്റു 3 എത്രയാ? 15 അല്ലേ? ഇവിടെ 3നോട് ഒന്ന് ആഡ് ചെയ്ത് എത്രയാ? 4 ഇൻറ്റു 2നോട് ഒന്ന് ആഡ് ചെയ്താലോ 3. 12 അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു വലിയ നമ്പറിന്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫാക്ടേഴ്സ് എഴുതാം. പവറിന്റെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സിമ്പിൾ മെത്തേഡ് കിട്ടിയല്ലോ അല്ലെ? എന്റെ ഒരു ഷോർട്ട് കട്ടാണ്. അത്രയും ഫാക്ടേഴ്സ് 15 ഫാക്ടേഴ്സ് എഴുതാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് 5 ഇൻറ്റു 3 വേണമെന്നില്ല. ഓക്കെ, ഇത് ഐഡിയ മനസ്സിലായല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. അപ്പൊ കുറച്ചൊന്ന് സ്പീഡ് പോകേണ്ടതുണ്ട്. ഇനി 3 നമ്പർ ഇപ്പൊ എന്താ പറഞ്ഞാൽ നമ്മള് ഒരു നമ്പറിന്റെ പറഞ്ഞു ഫസ്റ്റില്, പിന്നെ 2 നമ്പറിന്റെ പവേഴ്സ് ആയിട്ട് പറഞ്ഞു. ഇനി 3 നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 65, 65-ാം പേജിൽ. 65-ല് ശ്രദ്ധിക്കാം. 65-ാമത്തെ പേജിൽ ഇവിടെ കണ്ടങ്ങള് വാട്ട് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് 240 കണ്ടങ്ങള്. വാട്ട് അബൌട്ട് ദി ഫാക്ടേഴ്സ് ഓഫ് പറയും 240 കണ്ടോ? എല്ലാവരും കണ്ടോ? റൈറ്റ് സൈഡിൽ പ്രോജക്റ്റ് നോക്കണ്ടല്ലേ നിങ്ങൾ? അതിന്റെ നേരെ നിങ്ങളുടെ അടുത്ത സൈഡില് വാട്ട് അബൌട്ട് ഫാക്ടേഴ്സ്. അവിടെ 240 ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയത് എങ്ങനെയാണ്? 2⁴ ഇൻറ്റു 3 ഇൻറ്റു 5 എന്നാ കിട്ടിയ 3 നമ്പർ കിട്ടി. ഏതോ കിട്ടി? നമ്മുടെ ബോർഡുമേൽ എഴുതാം. 240-യെ ഫാക്ടറൈസ് ചെയ്തപ്പോ 2⁴ ഇൻറ്റു 3 ഇൻറ്റു 5 ഇങ്ങനെ കിട്ടി. അപ്പൊ ഇവിടെ 3 നമ്പർ ഉണ്ട്. 2ന്റെ പവർ ആണ് 3 3⁻1 ആണ്. 5ന്റെ പവർ എത്രയാണ്? 5⁻1 ആണ്. ഇത് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടെത്തും. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് പറയും? എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 4നോട് ഒന്ന് ആഡ് ചെയ്ത് 5. 1 എന്ന് പറഞ്ഞാൽ 3⁻1 അല്ലേ? 1നോട് 1 ആഡ് 2. ഇനി 5നോട് 1 5ന്റെ പവർ 2. അപ്പൊ എത്ര ഉണ്ടാവും? എത്ര ഫാക്ടർ ഉണ്ടാ? എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? 20 അല്ലേ? ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് 20 എണ്ണല്ലേ നോക്കൂ അല്ലേ? വി ക്യാൻ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ദിസ് എന്ന് കണ്ടോ താഴോട്ട്?
ആ 20 എണ്ണം ഉണ്ടാവും നോക്കൂ, എണ്ണി നോക്കൂ. ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഇത് ആരും ഒന്നും പ്രതികരിക്കാത്ത. അതൊക്കെ എത്ര പണിയുണ്ട് എണ്ണി നോക്കാൻ? എത്ര ഉണ്ട്? 1 2 3 4 5 ഉള്ള 4 വരി. അഞ്ചെണ്ണമുള്ള അല്ലെ, 5 എണ്ണമുള്ള 4 വരിയാകുമ്പോ 20 എണ്ണം ഉണ്ടാവും. അതൊക്കെ സമയം വേണം. 20 കറക്റ്റ് അല്ലേ? നമ്മളെ മെത്തേഡ് കറക്റ്റ് അല്ലേ? നോക്കൂ, കറക്റ്റ് അല്ലേ? നമ്മള് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളോട് എക്സാമിന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഒന്നും നോക്കണ്ട, ഇതിന്റെ പവേഴ്സിനോടെല്ലാം 1 ആഡ് ചെയ്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 1 ചെയ്താൽ 5 × 2 × 2 20 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി അതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടെത്തി നോക്കൂ. 2ന്റെ പവേഴ്സ് ഫാക്ടേഴ്സ് 1 പറയും 2⁻1 2⁻2 2⁻3 2⁻4 അങ്ങനെ. 3ന്റെ പവേഴ്സ് ഏത് മാത്രമേ ഉള്ളൂ? 1ഉം 3ഉം മാത്രമല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ 5ന്റെ പവേഴ്സോ 1ഉം 5 ഉള്ളൂ. അപ്പൊ 1 എഴുതി, 3 എഴുതി, 5 എഴുതി. ഇനി നമ്മള് 1 × 3 എന്ന് പറഞ്ഞാൽ 3 എന്നല്ലേ, 1 × 5 എന്ന് പറഞ്ഞാലോ 5 തന്നെയാണ്, മാറ്റല്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മളൊന്ന് മൾട്ടിപ്ലൈ 3 × 5. ഓക്കെ, അതിനുശേഷം ഇതുപോലെ തന്നെ കള്ളികൾ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ടെക്സ്റ്റ് ബുക്ക് കണ്ട നമ്മൾ ചെയ്ത് കണ്ടില്ലേ, ഇതേപോലെ ചെയ്താൽ മതി. ആദ്യം ഏറ്റവും വലുതിന്റെ പവർ നേരെ അങ്ങോട്ട് എഴുതുക, പിന്നെ ഓരോന്നും 3ന്റെ പവർ 3 1 മുതൽ 1ഉം 3⁻1 എന്ന് പറഞ്ഞാൽ 3 വരെയുള്ളൂ. പിന്നെ 1ഉം 5 വെറും 5 ആണ്. 5² ഉണ്ടെങ്കിൽ 5⁻1 ഇവിടെയും 5⁻2 ഇവിടെ എഴുതായിരുന്നു. പക്ഷെ ഇവിടെ വെറും 5 മാത്രമേ ഉള്ളൂ. 5 എഴുതി. പിന്നെ ഇത് തമ്മിൽ 3 × 5 ഇവിടെ എഴുതി. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 അല്ലെ, 2² × 3 ഇവിടെ അങ്ങോട്ട് 2³ × 3 2⁻4 × 3 അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഹോംവർക്ക് ആയി ചെയ്യേണ്ടതാണ്. നൗ ലിസ്റ്റ് ദി ഫാക്ടേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ്. അതിൽ 64 എന്ത് ചെയ്താൽ നമ്മൾ ചെയ്തല്ലേ, നമ്മളിവിടെ ചെയ്തതാണ്. 125ഉം 48ഉം 45ഉം 105 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് അതിന്റെ എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ് ഏതെല്ലാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് അത് ചെയ്യണം. പിന്നെ അതുപോലെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. 32 = 2⁻5. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 6. 2⁻5 ആയപ്പോൾ 6 ഫാക്ടർ, 3⁻4 ആയപ്പോൾ 5 ഫാക്ടർ. ഇനി 72 = 2⁻3 × 3 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 12. Write some more numbers as product of powers of primes and also the number of factors they have. അല്ലേ? ഇതുപോലെ തന്നെ കുറെ നമ്പേഴ്സ് നിങ്ങൾ കണ്ടെത്തുന്ന നമ്പേഴ്സിന്റെ ഒക്കെ എന്താണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഴുതുക. ഹൗ ഡു യു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? എങ്ങനെയാണ് നമുക്ക് ഫാക്ടേഴ്സിന്റെ എണ്ണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ദ എക്സ്പോണന്റ് ആൻഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? എന്ന് വെച്ചാല് ഈ എക്സ്പോണന്റിലുള്ള നമ്പറും ഫാക്ടേഴ്സിന്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ കാര്യമല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ അതൊരു പ്രോജക്റ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ ചെയ്യാം. കുറെ നമ്പേഴ്സ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഹോംവർക്ക് ആയി തന്നെ ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യുക? പിന്നെ ഈ ചെയ്ത പോലെ തന്നെ, ഈ പ്രൊജക്ട് ചെയ്ത പോലെ തന്നെ ചോട നമ്പർ എഴുതുക, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഴുതുക, എന്നിട്ട് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യം അങ്ങ് എഴുതുക. എന്താ കാര്യം? എന്താണ് കണ്ടെത്തിയ കാര്യം അല്ലേ? ഇഫ് ദ പവേഴ്സ് അല്ലെ, ഇത് ഇഫ് ദി എന്താണ് നമ്പേഴ്സ് ആർ ദ പവേഴ്സ് ഓഫ് എ സിംഗിൾ, ദ പവർ ഓഫ് എ സിംഗിൾ നമ്പർ അല്ലെ. ഇഫ് ദ നമ്പർ ആർ ദി പവർ ഓഫ് എ സിംഗിൾ നമ്പർ, ഒരു നമ്പറിന്റെ പവർ ആണെങ്കിൽ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇസ് 1 മോർ ദാൻ ദി പവർ അല്ലെ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്താണ്? പവറിനേക്കാളും 1 അധികമാണ്. ഇഫ് ദ മൾട്ടിപ്പിൾ ഓഫ് if the number is the multiple of the power of 2 or more than number, then the number of factors is the product of the product of 1 more than the number അല്ലേ. 1 കൂട്ടിയ പവറിനോട് 1 കൂട്ടിയതിനെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന
ഇതാണ് ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങനെ റിസൾട്ട് ആയിട്ട് അവിടെ എഴുതാം. ഓക്കെ, ഇനി കുറച്ച് വർക്കുകൾ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 12:5 10 മിനിറ്റ് ഉണ്ടല്ലേ? ഓക്കെ, ഇതൊന്ന് വായിക്കട്ടെ. നിങ്ങൾ നോട്ട്ബുക്ക് നോക്കി എഴുതിയാൽ, ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയാൽ മതി. ഇനി ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. If 2 raised x equal to 128, 2ന്റെ ഏതോ ഒരു പവർ 128 ആണ്, അല്ല സോറി 2 raised x 128 ആണെങ്കിൽ എന്താണ്, വാട്ട് ഈസ് 2 raised x plus 1? എത്ര ഉണ്ടാവുക പറയും? 2 raised to 7. x plus 1 അല്ല, 2 raised to x 128 ആണ്. 2 raised to x plus 1 എത്ര ഉണ്ടാവുക? 128 into 2. വെരി ഗുഡ്. ഇവിടെ നോക്കുക, 128 ഇരട്ടിയല്ലേ വരിക അല്ലേ? 2 raised to 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? സംശയമില്ലല്ലോ. 2 raised to 3 എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി 8 അല്ലേ? 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? ഇതെല്ലാവർക്കും അറിഞ്ഞൂടെ? അപ്പൊ ഇവിടെ എന്താ, 2നോട് 1 ആഡ് ചെയ്തപ്പോ 4 എത്രയും മാറി? 8 ആയിട്ട് മാറി അല്ലേ? അപ്പോ 2ന്റെ പവർ 1 കൂടുമ്പോൾ അതിന്റെ വാല്യൂ ഡബിൾ ആകുന്നില്ലേ? നോക്കൂ, 2 raised to 2 4 ആയിരുന്നു. അപ്പൊ 2 raised to 3 എന്ന് പറഞ്ഞാൽ 2നോടേക്കാൾ 1 കൂടി, അപ്പൊ 4 എത്രയും മാറി? 8 ആയിട്ട് മാറി. 2 raised to 3നോട് 1 കൂടിയ 4 ആയി, അപ്പോ വാല്യൂ 8 എത്രയും മാറി? 16, ഡബിൾ ആയിട്ടാണ് മാറുക. അപ്പൊ 2 raised to x 128 ആണെങ്കിൽ 2 raised to x plus 1 പറഞ്ഞാൽ ഇതിനേക്കാൾ 1 കൂടുതലല്ലേ ഇവിടെ വരിക? അപ്പൊ 128 എത്രയും മാറും? അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതി കേട്ടോ. ഇതൊന്ന് സൈഡിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് മനസ്സിലാൻ വേണ്ടിട്ട് മാറ്റിട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 2 raised to x plus 1 എന്ന് എഴുതാം നമുക്ക്. 2 into 2 raised to x ആണെന്ത്? 2 raised to x plus 1 equal to എന്ത് എഴുതാം? 2 into 128 equal to 256. അടുത്ത എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? If 3 raised to x equal to 129 ആണ്. സാറേ മൈക്ക് ഓൺ ആയി ഇട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്തിട്ട് എടാ മൈക്ക് ഓഫ് ആക്ക്, എല്ലാരും മൈക്ക് ഓഫ് ആക്കുക, അല്ലെ അവിടെ മ്യൂട്ട് ചെയ്യും മൊത്തം. പിന്നെ നമുക്ക് ഒരു സംശയം ചോദിക്കാൻ കഴിയൂല. 3 raised to x പിന്നെ ഓൺ ചെയ്തു. ഒരു മിനിറ്റ്, ആരാ നോക്കട്ടെ. ഹലോ ഹലോ ഓണാക്കി ആരാ? മിനിറ്റ്, ഹലാ പി കെ അല്ലല്ലോ? ആണ് സാർ. ഓക്കെ, ഹല മൈക്ക് ഓൺ ആക്കരുതേ. വീട്ടിൽ വേറെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ വേറെ ശബ്ദമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കണം കേട്ടോ. വീട്ടിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒച്ചൊക്കെ ഉണ്ടാകും, നമ്മൾ ക്ലാസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. പല പ്രാവശ്യം എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എന്നാലും ശ്രദ്ധിക്കൂല പറഞ്ഞാൽ. 3 raised to x 129 ആണെങ്കിൽ 3 raised to x minus 1 എന്താ? 129 സോറി 729 അല്ല, 729 ആണ്. അതാണ് നോക്കുന്നത്. 729 ആണെങ്കിൽ എന്താണ് 3ന്റെ പവർ തമ്മിലുള്ള വ്യത്യാസം? ഇതിനേക്കാൾ നേരത്തെ ഇതിനേക്കാൾ 1 അധികമായിരുന്നത്, തിരിച്ചിങ്ങോട്ടാണ് കേട്ടോ. 3 raised to x-നേക്കാളും 1 കുറവാണ് 3 raised to x minus 1 ബൈ. കാരണം എന്താ,
3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3^2 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 3^3 എന്ന് പറഞ്ഞാല് 27 ആണ്. അപ്പോ 3^3 തന്നിട്ട് 3^2 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ല ചോദിച്ചത്, 3x തന്നിട്ട് 3x-1 എത്രയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അല്ലേ ശരിക്കും 3^3 തന്നിട്ടുണ്ട് 3^2 എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അല്ലേ 3x തന്നിട്ട് 3x-1 എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ 3^3യും 3^2 നമ്മുടെ റിലേഷൻ ബന്ധം നോക്കാം. 3^3 എന്ന് പറഞ്ഞാൽ 27 ആണ്. 3^2 എന്ന് പറഞ്ഞാല് 27 9 നമ്മുടെ ബന്ധം എന്താ? 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 9 കിട്ടുക. 9 into 3 ആണ് എന്ത്? 27. സോ 3x-1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3x-നെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3x എന്ന് പറഞ്ഞാൽ എത്രയാ? 729 divided by 3 എത്ര ഉണ്ടാവും? 243 അല്ലേ കിട്ടാൻ നോക്ക്. 243. ഓക്കെ. ഇത്രയും ക്ലിയർ? കാര്യം മനസ്സിലായോ? ഇതൊന്നും ചെയ്യാം, നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് മായ്ക്കാൻ പോവാം. ശരി. ഇനി നോക്കാം. 3^x 3^x plus 1 3^x-1 3^x plus 1. Which is an even number? ഇതിൽ ഏതാണ് ഈവൺ നമ്പർ എന്നാ ചോദിക്കും. ആലോചിച്ച് പറയും. 3^x എന്ന് പറഞ്ഞാൽ 3ന്റെ പവർ അല്ലേ? അല്ലേ? 3ന്റെ ഏതോ ഒരു പവർ അല്ലേ? 3^1 3യോ 9ഓ അങ്ങനെ 3ന്റെ ഏതോ ഒരു പവർ അല്ലേ 3^x? 3^x+1 എന്ന് പറഞ്ഞാലും 3ന്റെ പവറാണ് അല്ലേ? 3^x-1 എന്ന് പറഞ്ഞാലോ വീണ്ടും 3 ഇതും 3ന്റെ പവർ അല്ലേ? എടാ എക്സ് നിങ്ങൾ ഇഷ്ടമുള്ളൊരു വില കൊടുത്തു നോക്കൂ. നിങ്ങൾ 2 കൊടുത്തു നോക്കൂ. ഇവിടെ എല്ലാം 2 കൊടുത്തു നോക്കൂ. ഞാൻ എക്സിന് 2 കൊടുത്തല്ലോ. ഇങ്ങനെയുള്ളത് നിങ്ങൾ ചെയ്യേണ്ടതാ. ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ ഉടനെ നിങ്ങൾ ഇഷ്ടമുള്ളൊരു വാല്യൂനൊക്കെ അത് കൊടുക്കുക. ഞാൻ ഇങ്ങനെ 2 കൊടുക്കണേ. 3^2 അല്ലേ? 2 കിട്ടും. അടുത്തത് എന്താ ഉണ്ടായ? 3^2 plus 1. അടുത്തത് 3^2 minus 1. അടുത്തത് 3^2 plus 1. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എക്സിന് കൊടുത്തു. ഞാൻ എക്സിന് 2 കൊടുത്തു. ഇനി ഇതൊന്ന് നോക്കൂ. 3² എത്രയാണ്? 3^2 എന്ന് പറഞ്ഞാൽ 3 into 3 അല്ലേ? എന്റെ വാല്യൂ ആണ് ഞാൻ ചോദിച്ചത്. 3 into 3 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? ഇതെന്താ ഉണ്ടാവുക? 3^2 plus 1 എന്താ? 3 അല്ലേ? 3. അപ്പൊ എന്താ ഉണ്ടാവുക? 3^3 എന്ന് പറഞ്ഞാൽ 27 അല്ലേ? 27. ഇനി ഇവിടെ 3^2 minus 1 3^1 അല്ലേ? അത് 3 എന്നല്ലേ? എടാ 3 ഇവിടെ എഴുതണോ? 3^2 minus 1 3^1 equal to 3. കറക്റ്റ് അല്ലേ? 3^2 plus 1 എന്ന് പറഞ്ഞാൽ 3^3. 3^3 എന്ന് എന്താ? 3 into 3 into 3 എന്നാ വായിക്കാം. അപ്പൊ 3 into 3 9 into 3 എന്ന് പറഞ്ഞാൽ 27. പിന്നെ അപ്പൊ ഇതും കിട്ടി. 3^2 minus 1 3^2 എന്ന് കുറച്ചാൽ 1 അല്ലേ? 3^1 എന്ന് 3 എന്നാ അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ. ഇത് ഓടാണോ ഈവൺ ആണോ? ഞാൻ ഓട്. ഇതോ ഓട്. 3² എന്ന് പറഞ്ഞാൽ 3^2 എന്ന് പറഞ്ഞാൽ 3^2 9. 9 plus 1 എന്നാലോ 10 അല്ലേ? ഈവൺ അല്ലേ?
ഈവണല്ലേ? അപ്പൊ ഇവിടെ ഏതാ ഈവണ്? 3ന്റെ എല്ലാ പവേഴ്സ് ഓടാണെന്ന് ഇപ്പൊ മനസ്സിലായോ? 3 എന്ന് പറഞ്ഞാൽ 3 into 3 9, 9 into 3 27, 27 into 3 81, 81 into 3 243 എന്ന് പറഞ്ഞാൽ 3ന്റെ പവറിൽ ഏതൊക്കെ വരും? 1 വരും, 3 വരും, 9 വരും, 7 വരും. 7. അല്ലെ? ഇത്രയും നമ്പറേ വരും ആകെ. അല്ലെ? 1 3 തന്നെ. 3 into 3 എന്ന് പറയുമ്പോൾ 9 വരും. 9 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 27 വരും. 27 വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 81 വരും. 81 വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ 243 കിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ 1 3 9 7 മാത്രമേ 3ന്റെ പവറിൽ വരൂ. ക്ലിയർ ആയോ? 3ന്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും ഏത് നമ്പർ വരും? ഒന്നുകിൽ 1 വരും, അല്ലെങ്കിൽ 3 വരും, അല്ലെങ്കിൽ 9 വരും, അല്ലെങ്കിൽ 7 വരും. ഇത് 4 ഏതെങ്കിലും ഒന്നാ വരും. അത് ഏതാണ് വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് യൂഎസ്എസ് ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് പറയുന്ന കുറെ ഐഡിയകളുണ്ട്. 2⁻19 അവസാനത്തെ പിന്നെ 2⁻2019 ശരിയാണ്. 2 അല്ലെങ്കിൽ 3⁻2020 വളരെ വലിയ നമ്പർ അല്ലേ? 3 into 3 into 3 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 2020 3കൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വലിയ ആൻസർ ആയിരിക്കും കിട്ടുക? അതിൽ ഏറ്റവും അവസാനത്തെ ലെറ്റർ അല്ലാതെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് അല്ലേ ഏതാണ് എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് 3ന്റെ പിന്നെ ഇത് ചെയ്യാനൊന്നും കഴിയൂല. അപ്പൊ നമ്മൾ അതിനെ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യുഎസ്എസിന്റെ ക്ലാസ് പറയാം. നമ്മളെ ഇതിൽ പെട്ടതല്ല, കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഓക്കെ. അപ്പൊ 1 3 9 7 ഇതിലേ വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3⁻x ഈസ് എ ഓഡ് നമ്പർ. 3⁻x-1 എന്താണ്? ഓടാണ്. 3⁻x ഓടാണ്. അവിടെ 3⁻x + 1 3⁻x എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടാണ്. അപ്പൊ ഓഡ് നമ്പറിനോട് 1 കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? പറയണോ? ഈവൺ നമ്പർ അല്ലേ? അപ്പോ ഇവിടെ എന്താണ് കിട്ടുന്നത്? എല്ലാം അതൊക്കെ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളെ. 3⁻2 - 1 അല്ലേ? 3⁻3 = ഓക്കെ. എന്താണ് ഇത്? 9 എന്തുണ്ടാവും? 27 3 9 + 1 = 10. അപ്പൊ അതെന്താണ്? ഇതാണ് ഈവൺ. ഓക്കെ, ശരി. അപ്പോ ഇവിടെ ഈവൺ നമ്പർ വരുന്നത് ഏത് മാത്രമാണ്? 3⁻x+1 ആണ്. 3⁻x + 1 ആണ് എന്ത്? ഈവൺ വരിക. കാരണം ഇതൊക്കെ 3ന്റെ എല്ലാ പവറും ഓടാണ്. ആ ഓഡ് നമ്പറിനോട് 1 ആഡ് ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ? ലാസ്റ്റത്തെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? ഈവൺ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി 6ന്റെ അടുത്ത് എന്താണ്? ഇഫ് 6⁻10 is computed, what should be the digit in one's place? 6⁻10 നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത സമയത്ത് 6⁻10 കമ്പ്യൂട്ട് ചെയ്ത സമയത്ത് ഏതാണ് അവസാനത്തെ ലെറ്റർ വരിക? അവസാനത്തെ 1th പ്ലേസിൽ ഏതാണ് വരിക? ഏതായിരിക്കും വരിക 6ന്റെ പവർ? പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 6ന്റെ പവർ നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്ക്. 6 എന്ന് പറഞ്ഞാൽ 6⁻2 എന്ന് പറഞ്ഞാൽ 36 അല്ലേ? 36നെ വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അവസാനം 6 അല്ലേ വരിക? അല്ലേ? 6 into 6 36. 36നെ പിന്നെ 6 ചെയ്യാ. 6 into 6 into 6 ആണെന്ന് വിചാരിക്കൂ. ഈ 6 into 6 36. ഇതിനെ വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇത് നമ്മൾ തന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അവസാനം എന്തെന്നാ വരിക? 6 എന്നാ വരിക അല്ലേ? അപ്പോ 6ന്റെ എല്ലാ പവേഴ്സ് ഏത് തന്നെ വരിക? അവസാനത്തെ മെമ്പർ ലാസ്റ്റ് ഡേറ്റ് ഏത് തന്നെ വരിക? 6 തന്നെ വരിക. ഓക്കെ. അപ്പൊ 6⁻10 ആയാലും 6⁻100 ആയാലും അല്ലേ? 6⁻1 lakh എന്നൊക്കെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഏതായി കഴിഞ്ഞാലും ലാസ്റ്റ് ഡേറ്റ് എത്ര വരിക? ഏതാ വരിക? 1th പ്ലേസിൽ വരുന്ന ഡേറ്റ് ഏതാ വരിക? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1th പ്ലേസിൽ നമ്പർ ഏതെന്നാ വരിക? 6 തന്നെയാണ് വരിക. ഓക്കെ. ഇനി എന്താ ചോദിച്ചത്? 5⁻6 into 1/5⁻6
5 raised to x equal to 1/5 raised to 10. അതുകൂടി പറയാം. ഏറ്റവും ലാസ്റ്റത്തെ നിങ്ങൾ ഹോംവർക്കായി ചെയ്യണം കേട്ടോ. ഈ ജെ ക്ലാസ്സിന് ഇപ്പൊ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ അതിന്റെ വർക്കുകൾ ഇനിയും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 1/5 raised to 10. ഇവിടെ നോക്കൂ, ഇവിടെ ആൻസർ ഇത് ക്വസ്റ്റ്യൻ ഇത് ആൻസറും അല്ലേ. ഈ ആൻസറിൽ താഴെയാണ് 5 raised to 10 വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താഴെയുള്ള എക്സ് ഈ 6 കുറച്ചപ്പല്ലേ ഇവിടെ 10 കിട്ടി അല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാ, 5 raised to 6 by 5 raised to x equal to 1/5 raised to 10 അല്ലേ. ഇതിന്റെ ആൻസർ ഇതാണെന്ന് പറഞ്ഞാല് ഈ എക്സ് ഈ 6 കുറച്ചിട്ടല്ലേ ഇവിടെ 10 എഴുതാം അല്ലടോ. x raised to n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 1/x raised to n minus m എന്നല്ല നമ്മൾ പഠിച്ച്. എവിടെ n വലുതും m ചെറുതുമാണെങ്കിൽ ഈ n എന്ന് m കുറയ്ക്കണം എന്നല്ലേ. അപ്പൊ ഇവിടെ 10 എന്ന് പറഞ്ഞ നമ്പറാണ് ആൻസർ ആയി കിട്ടിയ അർത്ഥം എന്താ, ഇവിടെ x വലുതും 6 ചെറുതുമായിട്ടല്ലേ. x 6 കുറച്ചപ്പല്ലേ 10 കിട്ടിയേ. ഈ x 6 കുറച്ചാ 10 കിട്ടെങ്കിൽ എങ്ങനെ കിട്ടുക? ഏത് സംഖ്യയിൽ 6 കുറച്ചാലാ 10 കിട്ടുക? പറയടോ. 1ാം ക്ലാസ് 16. അപ്പൊ x എന്ത് ചെയ്താൽ നമുക്ക് x ഈക്വൽ ടു 16. ക്ലിയർ ആയില്ലേ? ഇതിനെങ്ങനെ എഴുതി? ഇതിനെന്ത് ചെയ്തു? x 1/5 raised to x കുറയ്ക്കണം 6 സമം 1/5 raised to. അപ്പൊ 10ന്റെ സ്ഥലത്താണ് ഇവിടെ x - 6 ഉള്ളത് അല്ലേ. അപ്പൊ വേണമെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം, x - 6 സമം 10. അപ്പൊ x ഒരു സംഖ്യ 6 കുറച്ചപ്പോ 10 കിട്ടി. ഏത് സംഖ്യ 6 കുറച്ചാൽ 10 കിട്ടുക? 16 കുറയ്ക്കണം 6 ആണ് 10. അപ്പൊ x മാത്രം ഉണ്ടാവും 16, 16. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള താഴെയുള്ളതെല്ലാം സിമ്പിൾ ആണ്. 3 raised to 5 into നമ്മൾ ചെയ്തത് തന്നെ അല്ലേ. 3 raised to 5 into 3 raised to 6 by 3 raised to 4 into 3 raised to 4. അപ്പൊ 3 raised to 5 6 8 11 കിട്ടും. താഴത്ത് 3 raised to 8 കിട്ടും. 3 raised to 11 മേലെയും 3 raised to 8 താഴെയാണെങ്കിൽ 3 raised to 8 എന്ത് ചെയ്യാം, സോറി 11 എന്ത് ചെയ്യാം, 8 മൈനസ് ചെയ്യാം, 3 raised to 3 കിട്ടും. ഇനി അവിടെ അതുപോലെ തന്നെ ഓൾ റേസ്റ്റ് വരുന്നുണ്ട്. 4 raised to 3 ഓൾ റേസ്റ്റ് ടു 5 എന്നുള്ളതിന് ഒരു അടുത്ത സ്റ്റെപ്പില് 4 raised to 3ഉം 5ഉം മൾട്ടിപ്ലൈ 15 എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ 3 ചോദ്യവും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്കായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യാം. എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, ഹോംവർക്ക് ചെയ്തതിനു ശേഷം അയച്ചു തരാം. നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ ആണ്. അത് സിമ്പിൾ ആണ്, പെട്ടെന്ന് നമ്മൾ തീർക്കാം. രണ്ടോ മൂന്നോ ക്ലാസ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആകാം. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ